കോട്ടെ അയാൾ അവിടെ തന്നെ വന്നതാണ്. തിരിച്ചു പോകും പറയുന്നത് അങ്ങനെ സഹയാത്രികരെ ചേർത്ത് നിർത്തുന്നില്ല എന്ന് അദ്ദേഹത്തിന്. അല്ല, ഞങ്ങൾ സഹയാത്രികരെല്ലാം ചേർത്ത് നിർത്തുന്ന എത്രയോ അനുഭവങ്ങളുണ്ടല്ലോ, അതിൻ്റെ മാത്രം അനുഭവമല്ലല്ലോ. അപ്പോൾ അദ്ദേഹം എന്തോ പ്രതീക്ഷിച്ചിട്ടുണ്ടാവും, ആ പ്രതീക്ഷിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് പാർട്ടി നിന്നിട്ടുണ്ടാവില്ല, അതായിരിക്കും കാര്യം. അത്രയേ ഉള്ളൂ, അതിനെ കാണുകയുള്ളൂ. ഞങ്ങളൊരു കാര്യം ഉറപ്പായിട്ട് പറയും, ഞങ്ങളെ പാർട്ടിക്കകത്ത് ഒരു പ്രശ്നവുമില്ല. എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പല കാരണങ്ങൾ കൊണ്ട് ശ്രമിച്ച ആളുകളുണ്ടാവും, അവരെ പരമാവധി ഞങ്ങൾ പാർട്ടിക്കകത്ത് നിർത്താനാണ് ശ്രമിക്കുക. ഒരു ഗത്യന്തരമില്ലാതെ വന്നാൽ പാർട്ടിയിൽ നിന്ന് ഒഴിവാക്കും. അതാണ് ഇവിടെ പി കെ ശശിയുടെ സ്ഥിതി. അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കണ്ണൂരിൽ മത്സരിക്കുന്ന രണ്ടാളുടെയും സ്ഥിതി, അതുപോലെ തന്നെ ജി സുധാകരൻ്റെ സ്ഥിതി. ഇതെല്ലാം ഞങ്ങളുമായി ബന്ധപ്പെട്ട് പാർട്ടിക്കകത്ത് കുഴപ്പത്തിൻ്റെ ഭാഗമായിട്ടല്ല, അവരെടുത്ത നിലപാടിൻ്റെ മേലെ തിരുത്തൽ പ്രക്രിയയിൽ അവർക്ക് പാർട്ടിയോടൊപ്പം നിൽക്കാൻ സാധിക്കാതെ കൊണ്ട് പുറത്താക്കപ്പെട്ടവരാണ്. അതുകൊണ്ട് ഇതിനെ കൂട്ടിക്കൊടുക്കണ്ട. അതാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾക്കെല്ലാം സംശയമുണ്ട്. 10 വർഷം അധികാരത്തിൽ വന്നതിന്റെ ഭാഗമാണ് ഈ പാർലമെന്ററി വ്യാമോഹം പാർട്ടിക്കകത്ത് കൂടുതൽ വരുന്നതിന്റെ കാരണം എന്നാണ്. നിങ്ങൾക്ക് ഈ ചരിത്രം മനസ്സിലാവാത്തത് കൊണ്ടാണ്. നിങ്ങളെല്ലാം പത്രപ്രവർത്തകരല്ലേ, നന്നായിട്ട് പാർട്ടിയുടെ തന്നെ ചരിത്രം കൂടി വായിച്ച് പഠിക്കണം. നിങ്ങൾക്കറിയോ, തൂക്കുമരത്തിൽ നിന്ന് ഇറങ്ങി വന്ന കമ്മ്യൂണിസ്റ്റ് വിപ്ലവകാരി ആരാ കേരളത്തിൽ? തൂക്കുമരത്തിൽ നിന്ന് ഇറങ്ങി വന്ന ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ട് തൂക്കുമരം സമ്മാനിച്ചു. അതിൽ നിന്ന് ഇറങ്ങി വന്ന ഒരു കമ്മ്യൂണിസ്റ്റ് വിപ്ലവകാരി കേരളത്തിലുണ്ട്. ആരായിരുന്നു? അതാ പറഞ്ഞത്. അതാണ് പറഞ്ഞത്, ചരിത്രം വായിക്കുകയും പഠിക്കുകയും വേണം. ആരാ? കണ്ണൂരിലെ പത്രക്കാർക്ക് അറിയില്ല, അതിന് വ്യക്തമായില്ലേ? എന്നാൽ അത് KPR ഗോപാലനാണ്. മനസ്സിലായോ? 1940 സെപ്റ്റംബർ 15 ഉജ്ജ്വലമായിട്ടുള്ള പോരാട്ടത്തിൻ്റെ മുമ്പതിൽ നിന്ന് ആ പട നയിച്ച KPR ഗോപാലിനെ തൂക്കാൻ വിധിച്ചിരുന്നു. ഗാന്ധി ഉൾപ്പെടെ ഇടപെട്ടിട്ടാണ് അവസാനം ദേശീയ സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹം ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ സാധിച്ചത്. ആ KPR ഗോപാലൻ ഒരു ഘട്ടത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായിട്ട് തെറ്റിപ്പോയിട്ടുണ്ട്. അറിഞ്ഞിട്ടുണ്ടോ? അതുണ്ടല്ലേ, അത് മനസ്സിലായിട്ടുണ്ട്. അപ്പം പോയിട്ടുണ്ടല്ലോ. അതാ ഞാൻ പറഞ്ഞത്. തെരഞ്ഞെടുപ്പ് മാത്രമൊന്നുമല്ല, തെരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലത്തിൽ മാത്രമൊന്നുമല്ല ഇതെല്ലാം പോകുന്നതും വരുന്നതും. ഇതൊക്കെ തെരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലത്തിലും പോകുന്നുണ്ട്, അല്ലാതെയും പോകുന്നുണ്ട്. അപ്പോൾ തെറ്റായ നിലപാട് സ്വീകരിക്കുന്നവരെ ചേർത്ത് നിർത്തില്ല, അവരെ കറക്റ്റ് ചെയ്യാൻ വേണ്ടി നോക്കും. ആവുന്നില്ലെങ്കിൽ പുറത്താക്കും. അത്രയേ ഉള്ളൂ പാർട്ടി. അതിനുശേഷം എം പി രാമൻ്റെ കാര്യം നിങ്ങളെ ഇങ്ങോട്ട് പറഞ്ഞു, അതുപോലെ തന്നെ ഗൗരിയമ്മയുടെ കാര്യം പറഞ്ഞു. ഇതൊക്കെ ഉള്ളതാണ് നമ്മളിപ്പം മനസ്സിലാക്കേണ്ടത്. ആദ്യമായിട്ടൊരു സംഭവം നടന്നിരിക്കുകയാണ് എന്ന രീതിയിലാണ് നിങ്ങൾ ഈ മാധ്യമങ്ങൾ പോകാൻ തയ്യാറെടുത്ത ഒരുപാട് പേർ കണ്ണൂരിലെ പാർട്ടിയിൽ ഉണ്ടായിരുന്നു. അവർക്ക് ഇപ്പോൾ പാർട്ടിയിൽ തന്നെ ഉണ്ടല്ലോ. അതിൻ്റെ സംശയമുള്ളൂ. അങ്ങനെയുള്ള ചരിത്രം കൂടി കണ്ണൂരിലുണ്ടല്ലോ. അതുകൊണ്ടല്ലേ ഇവരോടൊപ്പം പോകാൻ ശ്രമിക്കുന്ന ആളുകളില്ലല്ലോ പാർട്ടിയിൽ. അവരെല്ലാം പാർട്ടിക്കകത്ത് തന്നെ ഉറച്ചു നിൽക്കുകയല്ലേ.